सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महत्भ्यो नमो गुरुभ्यः। सर्वो वक्प्लवरहित प्रज्ञान घनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्तुर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवदु तद्वक्तारमवदु अवदु माम् अवदु वक्तारम्। ओम शांति शांति शांति। എല്ലാവർക്കും ഹരി ഓം. തൈത്തിരീയ ഉപനിഷത്ത് പ്രഥമാധ്യായം ശിക്ഷാവല്ലി ശിക്ഷ അനുശാസനം. ശിഷ്യന്മാര് ഗുരുകുലം വിട്ടുപോകുമ്പോൾ ഗുരു നൽകുന്ന ഉപദേശം, അതാണ് ശിക്ഷാനുശാസനം എന്ന പേരിൽ അനുഭാഗം 19 മുതൽ 22 വരെയുള്ള അനുഭാഗങ്ങളിലുള്ളത് നമ്മള് 22ാമത്തെ അനുഭാഗം വരെ കാണാൻ ശ്രമിച്ചിരുന്നു. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. അതായത് അനുഭാഗം 19 മുതൽ 22 വരെ ഒരുമിച്ച് പാരായണം ചെയ്യാം. വേദമനുചാചാര്യോൻ ദേവാസിനമനുശാസ്തി സത്യം വധ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേസിഃ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈർന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാന്യനവധ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകകും സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി ഏകേ ചാസ്മാ ശ്രേയാഗുംസു ബ്രാഹ്മണാഃ തേഷാ ത്വയാസനേന പ്രശ്വസിതവ്യം ശ്രദ്ധയാ ധേയം അശ്രദ്ധയാ ധേയം ശ്രിയാ ധേയം ഹ്രിയാ ധേയം ഭിയാ ധേയം സംവിദാ ധേയം അധയതി ദേ കർമ്മ വിചികിത്സാ വാ വൃത്ത വിചികിത്സാ വാ സ്യാദ്. ഏതത്ര ബ്രാഹ്മണാ സന്മർഷിണഃ യുക്താ ആയുക്താഃ അലൂക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേതാഃ അധാഭ്യാഖ്യാദേഷു ഏതത്ര ബ്രാഹ്മണാ സന്മർഷിണഃ യുക്താ ആയുക്താഃ അലൂക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേതാഃ ഏഷ ആദേശഃ ഏഷ ഉപദേശഃ ഏഷാ വേദോപനിഷദ് ഏതദനുശാസനം ഏവം ഉപാസിതവ്യം ഏവമുചൈതദുപാസ്യം. ഇവിടെ വരെയാണ് നമ്മൾ ഗുരുകുലം വിട്ടുപോകുമ്പോൾ നമ്മളോട് ഗുരുവിന് ഉപദേശിക്കുവാനുള്ള കാര്യങ്ങൾ. അതിനെയാണ് ആദേശം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടിരുന്നു എന്തൊക്കെയാണോ വേദത്തിൽ നിന്നും
നീ പഠിച്ചത്, വേദം നിന്നോട് ചെയ്യാൻ പറഞ്ഞ അനുശാസനങ്ങൾ എന്തോ അത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. അതിനുശേഷം പറഞ്ഞിരുന്നു, നീ നിന്റെ ആരോഗ്യം സംരക്ഷിക്കണം, നീ നിന്റെ പ്രജകളെ സംരക്ഷിക്കണം, അല്ലെ, ഭാര്യയെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കണം, പിന്നെ സ്വാധ്യായം മുടക്കരുത്, അധർമ്മം ആചരിക്കരുത്, ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ അനുവാദത്തില്. അതിനുശേഷം പറഞ്ഞു, മാതാപിതാ, ഗുരു, അതിഥി, ആചാര്യൻ ഇവരെയൊക്കെ ഈശ്വരതുല്യമായി കാണുവാനുള്ള ഒരു മനസ്സിനെ നീ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ദാനം കൊടുക്കുന്നു, അതായിരുന്നു വളരെ പ്രാധാന്യമുള്ളത്, അല്ലെ. ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമേ ദാനം കൊടുക്കുവാൻ അധികാരമുള്ളൂ, അല്ലെ. അപ്പോൾ നീ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ ഏറ്റവും പ്രധാന കർത്തവ്യമാണ് ദാനം എന്നത്. അത് നീ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു തന്നു. ശ്രദ്ധയാദേയം, അശ്രദ്ധയാ അദേയം, അല്ലെ, സ്ത്രീയാദേയം, ഭിയാദേയം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എങ്ങനെ ധർമ്മത്തോടു കൂടി ജീവിക്കണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഭാവിയിൽ ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം, അതായിരുന്നു അനുവാദം 21 അവസാനം. അധയതിതേ കർമ്മ വിജിഗിത്സാവ വൃത്ത വിജിഗിത്സാവ സ്യാത്, അല്ലെ. അത് കഴിഞ്ഞ് അനുവാദം 22 തുടങ്ങിയിരുന്നു നമ്മള്. അതായത് ഗുരുകുലത്തിൽ പഠിച്ച കാര്യങ്ങൾ നമ്മള് ജീവിതത്തിൽ അനുശാസിക്കും, അതനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ എങ്ങനെ ധർമ്മത്തോടുകൂടി ജീവിക്കണം, അല്ലെ, എന്റെ കടമകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം, അത് അങ്ങനെയാണ്. അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അനുവാദം 22 ആരംഭിക്കുന്നത്. ഏതത്ര ബ്രാഹ്മണാ സന്മർഷിണ, അല്ലെ, അതായത് നിന്റെ ദേശത്ത് നീ വസിക്കുന്ന കാലഘട്ടത്തില്, നീ വസിക്കുന്ന പ്രദേശത്ത് ഏതാണോ ഒരു ബ്രാഹ്മണൻ ഉള്ളത്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്താണ്, ശാസ്ത്ര വിഷയത്തിൽ അറിവുള്ള ബ്രാഹ്മണൻ. 2 കാര്യങ്ങൾ, ഒന്ന് ബ്രാഹ്മണനായിരിക്കണം, അല്ലെ, ഒന്ന് ബ്രാഹ്മണ ലക്ഷണമുള്ള ആളായിരിക്കണം, 2 എന്തായിരിക്കണം, സന്മർഷിണ, ശാസ്ത്ര വിഷയത്തിൽ ശ്രദ്ധയും അറിവും ഉള്ള ആളായിരിക്കണം. പിന്നെ ബ്രാഹ്മണൻ ലക്ഷണം കണ്ടു, ഒന്നാമത്തെ ലക്ഷണം യുക്ത, അല്ലെ, ശാസ്ത്ര അനുഭവശാലി, അല്ലെ, ആ അനുഭവം ഉള്ളയാളായിരിക്കും. എങ്ങനെ അനുഭവം വരും, പരിപൂർണമായ ശാസ്ത്രത്തിലും ഗുരു പരമ്പരയിലും, അല്ലെ, ശ്രദ്ധയുള്ള ആൾക്ക് അത് അനുസരിച്ച് ജീവിക്കുന്ന, ചിട്ടയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്ന ആൾക്ക് അനുഭവം ഉണ്ടാവും. അപ്പൊ ആ അനുഭവം ഉള്ളയാളെ കണ്ടെത്തണം. അങ്ങനെ നീ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി വേണം സംശയം ചോദിക്കാൻ. ആ യുക്താഹ, അല്ലെ, അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണും, അതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം, അല്ലെ. ഏതൊരു ജീവിയെയും, അല്ലെ, ഒരുപോലെ കാണാൻ, സമബുദ്ധിയോടുകൂടി കാണാൻ കഴിവുള്ള. ഇവിടെ വരെയാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ലക്ഷണം അലൂക്ഷ. ബ്രാഹ്മണന്റെ അടുത്ത ലക്ഷണം പറയുകയാണ് അലൂക്ഷ, അതായത് നാളെ നീയും ബ്രാഹ്മണനാകണം. അതും കൂടെയാണ് ഗുരുനാഥൻ ഇവിടെ മനസ്സിൽ കണ്ടിരിക്കുന്നത്, അല്ലെ. നീ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിട്ട് പോയി നീ, അല്ലെ, ജ്ഞാനവൃദ്ധനാകണം, വയോവൃദ്ധനാകുമ്പോൾ നിന്നെ തേടിയ ആളുകൾ വരുമ്പോൾ നിന്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം, അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് ലോകത്തിന്, അല്ലെ, അവരുടെ ആ ധർമാചരണമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം നീ അങ്ങനെ ആകണം എന്ന് പ്രചോദനം തരികയും കൂടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ചെയ്യുന്നത്. അലൂക്ഷ, അലൂക്ഷ എന്ന് വെച്ചാൽ ക്രൂരബുദ്ധി ഇല്ലാത്തത്, അല്ലെ, അതായത് ആരെയും ഹിംസിക്കാത്തത്, ആരെക്കുറിച്ചും അനാവശ്യമായി മോശം പറയാത്തത്, അല്ലെ. അങ്ങനെയുള്ള ഒരു ക്രൂരബുദ്ധി, അറിയാലോ നിങ്ങൾക്ക്, ക്രൂരബുദ്ധി ഇല്ലാത്തത്, അല്ലെ. നമ്മള് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അല്ലെ, സ്നേഹിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു മനസ്സ്, അല്ലെ. സമബുദ്ധി ഉള്ളവർക്ക് ഒരിക്കലും ക്രൂരനാകാൻ സാധിക്കില്ല. വെറുതെ ആളുകളുണ്ട് എത്ര പഠിച്ചാലും മറ്റുള്ളവരെ ഇങ്ങനെ ദുഷിപ്പ് പറഞ്ഞുകൊണ്ടേ. നമ്മൾ അങ്ങനെ ആകരുത്, അതാണ് അലൂക്ഷ. അങ്ങനെയുള്ള ആളെ നീ കണ്ടെത്തണം. ധർമ്മകാമാസ്യു, ധർമ്മത്തിൽ കൂടെ മാത്രം ജീവിക്കണമെന്ന കാമനയുള്ളൂ. ഇവിടെ കാമന എന്ന് വെച്ചാൽ ആഗ്രഹം. എന്തൊക്കെ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും ഞാൻ ശാസ്ത്രം ഉപേക്ഷിക്കില്ല, ശാസ്ത്രം എനിക്ക് പഠിപ്പിച്ചു തന്ന ധർമാചരണം ഉപേക്ഷിക്കില്ല.
അങ്ങനെയുള്ള ആ നിശ്ചയ ബുദ്ധിയുള്ളവർ, അല്ലെങ്കിൽ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന, ഏതിൽ നിഷ്ഠ? ധർമ്മത്തിൽ നിഷ്ഠ. അല്ലെ, ധർമ്മം എവിടുന്ന് പഠിക്കുന്നു? ശ്രുതിയും സ്മൃതിയും പോലുള്ള ഗ്രന്ഥങ്ങളിൽ. അപ്പൊ ഇതിലൊക്കെ സത്യത്വ ബുദ്ധിയുള്ളവർ ധർമ്മകാമാസ്. ഇപ്പൊ യുക്ത ആയുക്ത അലൂക്ഷ ധർമ്മകാമാസ്. അല്ലെ, അതായത് ക്രൂരബുദ്ധി ഇല്ലായിരിക്കണം, അവർക്ക് ധർമ്മത്തിലൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം. എനിക്ക് മറ്റ് ധനധാന്യാദി സമ്പത്തുകൾ വേണ്ട, പുത്രപൗത്രാദി കളത്രങ്ങളൊന്നും വേണ്ട. അല്ലെ, എല്ലാ കടമകളും ഞാൻ ചെയ്യും, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. എന്തായിരിക്കണം ആഗ്രഹം? എന്ത് ജീവിതത്തില് പ്രതിസന്ധി വന്നാലും ധർമ്മം കൈവിടില്ല, അധർമ്മം ഞാൻ ഒരിക്കലും ചെയ്യില്ല. അല്ലെ, എനിക്ക് ക്രൂരനാകാൻ സാധിക്കില്ല. അല്ലെ, എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. അല്ലെ, ആളുകൾ എന്നെ വേദനിപ്പിച്ചാലും ഞാൻ അവരെ തിരിച്ചു വേദനിപ്പിക്കില്ല. അങ്ങനെയുള്ള മനോഭാവം, അതാണ് ധർമ്മകാമാസു. അതിനുശേഷം പറയുന്നു യഥാതേ തത്ര വർത്തേരൻ. യഥാതേ തത്ര വർത്തേരൻ, അതായത് മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ബ്രാഹ്മണൻ. ഏതൊക്കെ? അലൂക്ഷ, അല്ലെ, ധർമ്മകാമാസ്യു, യുക്ത ആയുക്ത ഇത്യാദി ലക്ഷണങ്ങളോട് കൂടിയ ബ്രാഹ്മണന്മാർ. തത്രവർ, അതാണ് യഥാർത്ഥ എന്ന് വെച്ചാൽ അവര്, ഈ ബ്രാഹ്മണ ലക്ഷണമുള്ളവർ. തത്രവർത്തേരൻ, അതായത് എങ്ങനെയാണോ അവർ ജീവിച്ച് കാണിച്ചു തരുന്നത്. അല്ലെ, വർത്തേരൻ എന്ന് വെച്ചാൽ വ്യവഹരിക്കുക. അവര് ലോകത്തിൽ എങ്ങനെയാണോ അവരുടെ ജീവിതം നയിച്ച് കാണിച്ചത്, അത് നമുക്ക് റോൾ മോഡലായിരിക്കണം. അതാണ് പറയുന്നത് യഥാതേ തത്ര വർത്തേരൻ. എങ്ങനെയാണോ ബ്രാഹ്മണ ലക്ഷണമുള്ളവൻ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് തന്റെ ജീവിത ശൈലി നടത്തുന്നത്, അത് നീ അനുകരിക്കണം. അതാണ് പറയുന്നത് യഥാതേ തത്ര വർത്തേരൻ. മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ബ്രാഹ്മണന്മാർ എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തരുന്നത്, തഥാ തത്ര വർത്തേരൻ, അത് നീയും അനുകരിക്ക വേണം. അതുപോലെ തന്നെ വേണം നീ ജീവിതം. കാരണം ഗുരുകുലത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമിയായ പിന്നെ ഗുരുവിനെ കാണുന്നില്ല. അല്ലെ, എപ്പോഴെങ്കിലും പോയി കണ്ടാലായി. ജീവിത പ്രാരാബ്ധത്തിലേക്ക് കടന്നാൽ പിന്നെ ഗുരുവിന്റെ അടുത്ത് വരാനോ, അല്ലെ, സംശയങ്ങൾ ചോദിക്കുവാനോ, ഗുരു എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തരുന്നതെന്നൊന്നും നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ കാണാൻ സാധിക്കാതെ വന്നാൽ, നിന്റെ ദേശത്തുള്ള മഹാത്മാവ്, അദ്ദേഹത്തിന് നീ അനുകരിക്കണം. അല്ല, ഇതാണ് ഗുരുവിന്റെ. യാജ്ഞവൽക്യ മഹർഷിയുടെ മറ്റൊരു മഹത്വം നോക്ക്. അല്ലെ, ആദ്യം നമ്മൾ കണ്ടിരുന്നു, എന്തെങ്കിലും എൻ്റെ അടുത്ത് നീ തെറ്റുകൾ കണ്ടാൽ, അല്ലെ, അത് നീ അനുകരിക്കരുത്, നന്മ മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ധാരാളം മഹാത്മാക്കളുണ്ട്, അവരെയൊക്കെ നീ അന്വേഷിച്ച് കണ്ടെത്തണം. അല്ലെ, ഓരോ അതാണ് നമ്മുടെ ഭാരതത്തിന്റെ മഹത്വം. ഇപ്പൊ നമ്മൾ കേരളത്തിൽ എടുത്താലോ ധാരാളം മഹാത്മാക്കൾ അവർ അവതരിച്ച നാടാണ്. പിന്നെ അടുത്ത ദേശത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ ധാരാളം രമണ മഹർഷി പോലുള്ള മഹാത്മാക്കൾ അവതരിച്ചു. മഹാരാഷ്ട്രയിലേക്ക് പോയാലോ എത്ര സന്ത് മഹാത്മാക്കൾ, അല്ലെ, ജ്ഞാനേശ്വർ മഹാരാജ് പോലുള്ള ധാരാളം മഹാത്മാ. അത് കഴിഞ്ഞ് പിന്നെ ഒരു മുമ്പോട്ട് പോയാല് ഉത്തരഭാരതത്തിലും ഒരുപാട് മഹാത്മാക്കളുണ്ട്. അല്ലേ, പിന്നെ അങ്ങ് അറ്റത്ത് പോയാല് അവിടെയും രാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമിയെ പോലെയുള്ള മഹാത്മാക്കൾ. അങ്ങനെ നിങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഏത് ദിശയിലാണ് ജീവിച്ചോട്ടെ, അവിടെയൊക്കെ മഹാത്മാക്കള് അവതരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഭാരതത്തിന്റെ മഹിമ. പ്രാദേശിക ഭാഷകളിൽ എല്ലായിടത്തും മഹാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെ, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ആ ഭാരത ഭൂമിയുടെ മഹത്വം. അല്ലെ, മഹാത്മാക്കള് അവതരിക്കുന്ന പുണ്യഭൂമിയാണിത്. അവരുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ അവരെ കണ്ടെത്തി അവരുടെ അടുത്ത് പോയി സംശയങ്ങൾ ചോദിക്കണം, അവരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. അവരുമായൊരു ബന്ധം എപ്പോഴും നിനക്ക് മാനസികമായി ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. നീ അപ്പോഴെന്താണ് മാനസികമായ ബന്ധം ഉണ്ടായാൽ? അവര് ജീവിച്ച് കാണിച്ചു തരുന്ന പോലെ ധർമ്മത്തോടുകൂടിയും ലഘുവായ ജീവിത ശൈലിയോടുകൂടിയും നീയും ജീവിക്കാൻ പ്രേരിതനാകും. അല്ലെ, അത് വരുന്ന തലമുറയ്ക്കും അത് നീ പ്രചോദനമാണ് നൽകുന്നത്. അല്ലെ, നമ്മള് നല്ല ധർമ്മത്തോടുകൂടി നമ്മള്, അല്ലെ, സമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ട് നന്നായി ജീവിക്കുവാണ്. ആളുകൾ അന്വേഷിക്കും ഇവരെങ്ങനെ എത്ര നന്നായി ജീവിക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാകും ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള ശ്രദ്ധ കൊണ്ട് അവർ ധർമ്മം ആചരിക്കുന്നത്.
അല്ലേ? ഇപ്പോഴെന്താ, ഇത് അന്വേഷിച്ചു വരുന്നവർക്കും നമ്മളൊരു പ്രചോദനമാണ്, അവർക്കും ശാസ്ത്ര ശ്രദ്ധ. അതാണ് പറയുന്നത്, യഥാതേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേതാഹ. അല്ലെ? ആ ബ്രാഹ്മണ ലക്ഷണമുള്ളവരെ കണ്ട് നീ പഠിക്കണം, നീയും അത് അനുകരിക്കണം. അല്ലെ? ഇപ്പൊ മോശമായതൊന്നും അനുകരിക്കരുത്. എന്താണോ നന്മ അത് മാത്രം എടുത്ത് നീ അതുപോലെ ജീവിക്കണം. അധാഭ്യാഖ്യാതേഷു, അതായത് അധർമ്മികളോട് എങ്ങനെയാണോ മഹാത്മാക്കൾ വ്യവഹരിക്കുന്നത് അതുപോലെ നീയും വ്യവഹരിക്കണം. അപ്പൊ അധർമ്മം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പോൾ അവര് മഹാത്മാക്കൾ എങ്ങനെയാണോ അധർമ്മികളോട് വ്യവഹരിക്കുന്നത്, അല്ലെ? നിങ്ങൾ കണ്ട് കഴിഞ്ഞ വർഷം തന്നെ മഹാരാഷ്ട്രയില് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണുമായിരിക്കും, അല്ലെ? മഹാത്മാക്കളെ തല്ലിക്കൊന്നത്, ഭിക്ഷ എടുക്കാൻ വന്നവരെ, അല്ലെ? കാരണം അധർമ്മികൾ അങ്ങനെയാണ് ചെയ്യുള്ളൂ. സാധുക്കളെ കണ്ട അവര് കല്ലെടുത്തെറിയും, അവര് അടിക്കും, തല്ലും, തുപ്പും, ഉപദ്രവിക്കും, അല്ലെ? അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മണ്ണ് കൊണ്ടിടും. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളാൽ കഴിയുന്നത് എങ്ങനെയാണോ മഹാത്മാക്കള് അധർമ്മികളോട് പെരുമാറും, സാധുക്കള് അവരുടെ ഭക്ഷണത്തിൽ കൊണ്ട് മണ്ണിട്ടാൽ പോലും സാധുക്കള് അവരെ ശപിക്കുകയോ മണ്ണിടുന്ന വ്യക്തികളെ ശപിക്കുകയോ അല്ലെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. എത്ര ആളുകൾ, അല്ലെ? പണ്ടൊക്കെ മഹാത്മാക്കള് തപസ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഈ ആളുകൾ ഉപദ്രവിക്കും, കല്ലെടുത്തെറിയും, അവര് ഓടിച്ചു വിടും. ഒരുപാട് അവധൂതന്മാരുടെയൊക്കെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവധൂതന്മാരൊക്കെ വന്നാല് അവരെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, അല്ലെ? കാരണം ഇവർ അവധൂതരാണെന്നൊന്നുമുള്ള അറിവുള്ള ആളുകളല്ലല്ലോ സാമാന്യ ജനങ്ങൾ. അവരെന്ത് ചെയ്യും? ഭിക്ഷക്കാരെ പോലെയൊക്കെ നടക്കും. അപ്പൊ എന്താണ്? അവര് കല്ലെടുത്തെറിയും, അദ്ദേഹത്ത് വെള്ളം കോരി ഒഴിക്കും, വേസ്റ്റ് കൊണ്ടിടും, തുപ്പും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആള്. പക്ഷെ എന്താണ്? മഹാത്മാക്കള് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എന്താ അതൊക്കെ പൂമാലയായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു ആളുകളായിരുന്നു. അപ്പോൾ നീ എന്താ പറയുന്നത്? അഭ്യാഖ്യാതേഷു, അധർമ്മികളോട് എങ്ങനെയാണോ മഹാത്മാക്കൾ വ്യവഹരിക്കുന്നത് അതുപോലെ തന്നെ വേണം നീയും വ്യവഹരിക്കാൻ. അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഉപദേശം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതത്ര ബ്രാഹ്മണാഃ സന്മർഷിണഃ യുക്താ അയുക്താഃ അലൂക്ഷാ ധർമ്മകാമാസ്യുഃ യഥാ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേതാഃ. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്, അല്ലെ? അപ്പം സെയിം ഉപദേശം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അത് അത്രമാത്രം പ്രാധാന്യം, അല്ലെ? ഉപനിഷത്തിലായിക്കോട്ടെ, അല്ല വേദത്തിന്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ, അല്ലെ, ആവർത്തി ഈ അസകൃത ഉപദേശ എന്ന് പറയും. അത് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ നമ്മുടെ ബുദ്ധിയിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആവർത്തിക്കുന്നത്. നമ്മൾ ഒരു തവണ ചൊല്ലി 2 തവണ ചൊല്ലുമ്പോ എന്നാ ഇത് ഒരേ കാര്യമാണല്ലോ പറയുന്നത്, അപ്പൊ അതെന്തെങ്കിലും അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ, അപ്പൊ ഞാനത് ഓർത്ത് വെക്കണം, അല്ലെ? ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വേണം ജീവിക്കാൻ. അതാണ് ഈ ആവർത്തനത്തിന്റെ ഉദ്ദേശം. യാജ്ഞവൽക്യ മഹർഷിയും നമ്മളോട് ആവർത്തിച്ചു പറയുന്നു, അല്ലെ? ബ്രാഹ്മണനെ കണ്ടെത്തണം, അല്ലെ? അവര് എങ്ങനെയുള്ള ലക്ഷണത്തോടു കൂടി ആയിരിക്കണം, അല്ലെ? ആ ബ്രാഹ്മണന്റെ അടുത്ത് വേണം നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാല്, ദുഃഖങ്ങൾ ഉണ്ടായാല്, സംശയങ്ങൾ ഉണ്ടായാല് നീ പോയി ചോദിക്കേണ്ടത്. അവര് പറയുന്ന ആജ്ഞ അനുസരിച്ച് വേണം നീ ജീവിക്കാന്. അവര് പറയുന്ന കാര്യങ്ങൾ നീ ധർമ്മത്തോടു കൂടി അനുഷ്ഠിക്കണം, അല്ലെ? അവരെങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തരുന്നത് നീയും അതേ ജീവിതശൈലി തുടരുവാൻ. ഒരുപാടൊന്നും നമുക്ക് പറ്റിയില്ല, ഒരു 50% നമ്മളാലാവുന്ന വിധം അതേ ജീവിതശൈലി തുടരുവാൻ നീ നിന്നാൽ കഴിയും വിധം പരിശ്രമിക്കണം. അതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം ഉപദേശം എല്ലാം കഴിയുകയാണ്. നമ്മളിനി ഗുരുകുലത്തിൽ നിന്നും ഗുരുകുലം വിട്ട്
ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞ് നമ്മൾക്കും അത് ഉൾക്കൊള്ളാം. അതിൽ നമ്മളാൽ കഴിയും വിധം ഏതെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നമ്മളാൽ കഴിയും വിധം ആചരിക്കാൻ പരിശ്രമിക്കാം എന്ന് മനസ്സുകൊണ്ട് വാക്കുകൊടുത്തുകൊണ്ട് നമുക്കും ഈ അധ്യായം അവസാനിപ്പിക്കാം. ഏഷ ആദേശ, ഇതാകുന്നു എന്റെ ആദേശം. അതായത് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് വേദമനൂചാചാര്യോ ദേവാസിന മനുഷ്യാസ്തി, അവിടെ മുതൽ ഇവിടെ വരെ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദേശം. ആദേശം എന്ന് വെച്ചാൽ കമാൻഡ്, ഉപദേശം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉപദേശം, നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏഷ ഉപദേശം, വീണ്ടും ആവർത്തിച്ച് പറയും, ഇതാണ് എന്റെ ഉപദേശം. അല്ലെ? ഇപ്പൊ ഗുരുനാഥൻ പറയുന്ന ഉപദേശം എന്ന് വെച്ചാൽ നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനെ ഉപദേശം എന്ന് പറയും. ഏഷാ വേദോപനിഷത്ത്, ഇതാകുന്നു വേദത്തിന്റെ സാരം. അല്ലെ? അതായത് സത്യം, വധ, ധർമ്മം, ചര, മാതൃദേവോ പിതൃദേവോ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. നീ അതാണ് സാരം, എസൻസ്. അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഉപാസനകൾ പഠിച്ചു, ഇതൊക്കെ പഠിച്ചു. അപ്പൊ അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ ഈ സാരം പറഞ്ഞു തന്നു, അത് എന്റെ ഉപദേശമാവുന്നു, അത് ജീവിതത്തിൽ അനുവർത്തിക്കണം. അതാണ് ഏഷാ വേദോപനിഷത്ത്. ഏതദനുശാസനം, ഇതാണ് വേദത്തിന്റെ അനുശാസനവും. അതാണ് ഏതത് അനുശാസനം. അല്ലെ? അതായത് വേദം എന്ന് വെച്ചാൽ അറിയാലോ, ഭഗവാന്റെ വാക്ക്. അപ്പോൾ ഞാനല്ല ഉപദേശിക്കുന്നത്, ഭഗവാൻ തന്നെ വേദത്തിലൂടെ പരമ്പരയായി ഉപദേശിച്ചു വരുന്ന കാര്യമാണ് ഞാനും നിങ്ങൾക്ക് പകർന്നു നൽകിയത്. അതുകൊണ്ട് ഇത് എന്റെ വാക്കായിട്ട് എടുക്കേണ്ട, ഭഗവത് വചനമായി കണ്ടുകൊണ്ട് ഈ ഉപദേശത്തെ സ്വീകരിച്ചാലും. ഏഷ അനുശാസനം. ഏവം ഉപാസിതവ്യം, ഏവം ഈ വിധം, ഞാൻ പറഞ്ഞതുപോലെ ഈ വിധം നീ ഉപാസിതവ്യം. ഉപാസിതവ്യം എന്ന് വെച്ചാൽ ജീവിക്ക വേണം. ആണ് ഉപാസിത. സംസ്കൃതത്തിൽ പറഞ്ഞ ജീവനം കർത്തവ്യ, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് നിന്റെ കർത്തവ്യം. കർത്തവ്യം എന്ന് വെച്ചാൽ ഡ്യൂട്ടി. അല്ലെ? നിന്റെ ലൈഫ് സ്റ്റൈല് ഇങ്ങനെ ആയിരിക്കണം. ഏത് ഞാൻ പറഞ്ഞു തന്ന ആ സാരാംശം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം, എന്നും അത് ഓർത്തുകൊണ്ട് വേണം, എന്നും അത് ആചരിച്ചുകൊണ്ട് വേണം നീ ജീവിക്കേണ്ടത്. ഏവം ഉപാസിതവ്യം, ഏവം ഉചൈതതുപാസി. വീണ്ടും പറയാണ്, നീ അത് മാത്രമേ ചെയ്യാവൂ. അതാണ് ഏവം, ഈ വിധത്തിൽ. അല്ലെ? സ്വാധ്യായം ചെയ്യണം, ധർമ്മം ആചരിക്കണം, ഒരുപാട് ഉപദേശങ്ങൾ തന്നു. ഈ വിധത്തിൽ ഉചൈതതുപാസി, ഞാൻ ഈ ആദേശം നൽകിയതുപോലെ അല്ലെങ്കിൽ ഞാൻ ഉപദേശിച്ചതുപോലെ മാത്രമേ ജീവിക്കാവൂ. അതാണ് ഉചൈതതുപാസ്യം. ഈ വിധത്തിൽ മാത്രമേ നീ ജീവിക്കാവൂ. അല്ലെ? ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് തെറ്റിക്കേണ്ടതായി വന്നാൽ നീ എന്താണ് ഇത് ഓർക്കണം, ഇത് എന്റെ കടമയല്ല, ഞാൻ ചെയ്യേണ്ടതല്ല. അല്ലെ? അറിയാണ്ട് ചെയ്തു പോയാൽ പ്രായശ്ചിത്തം, ക്ഷമ ചോദിക്കുക, ശാസ്ത്രത്തിനോടും ഭഗവാനോടും ഗുരു പരമ്പരയോടും. അല്ലെ? മാക്സിമം ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ അല്ലെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. എപ്പോഴും ശാസ്ത്ര ശ്രദ്ധ വിദ്യാർത്ഥിയായി ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു ഈ അധ്യായം. ഇനി നമ്മൾക്ക് അടുത്തത് ഉത്തരശാന്തിപാഠം. അതായത് ഉത്തരശാന്തിപാഠം എന്ന് വെച്ചാല് ഈ അധ്യായം ഒന്നാമത്തെ ശിക്ഷാവല്ലി ശംനോമിത്ര എന്ന അനുവാകം 1 തുടങ്ങി അനുവാകം 22 വരെ പഠിക്കാൻ സാധിച്ചതിന് ശിഷ്യന്മാര് ശാന്തിപാഠം, ഉത്തരശാന്തിപാഠം എന്ന് പറഞ്ഞ ഒരു ഭാഗം ചൊല്ലിക്കൊണ്ട് ഗുരുവിനോടും ശാസ്ത്രത്തിനോടും ഗുരു പരമ്പരയോടും ഭഗവാനോടുമുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. അതാണ് ഉത്തരശാന്തിപാഠം എന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇത് അനുവാകമില്ല. 22ാം അനുവാകം കൊണ്ട് ഉപദേശം തീർന്നു. ഗുരു ശിഷ്യ സംവാദം എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ്? ശിഷ്യന്മാരൊക്കെ ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് അല്ലെ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഈ ശാന്തിപാഠം ചൊല്ലുകയാണ്. അപ്പൊ അല്ലാതെ ഓരോരുത്തരും പോയിട്ട് താങ്ക്സ് ഒന്നും പറയുന്നില്ല. അല്ലെ? ഇപ്പോഴങ്ങനെയാണ് താങ്ക്സ് ഗിവിങ് സെറമണി എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെയൊന്നുമില്ല.
എന്താ ചെയ്യുന്നത്? അവർക്കുള്ള എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും അല്ലെ, അവർക്ക് അവസാനം ഇനി മരണം വരെ എങ്ങനെ ജീവിക്കണം അതുവരെ പറഞ്ഞു കൊടുത്തു അല്ലെ. ഇങ്ങനെ ആര് പഠിപ്പിക്കും? അപ്പോൾ ഇത്രയും നമ്മൾക്ക് തുറന്നു പറഞ്ഞു തന്നതിന് ഗുരുനാഥന് അല്ലെ, ആ ഇത്രയും കാലം നമ്മളെ സഹിച്ചതിന്, ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ്, അല്ലയോ ഗുരു, എല്ലാറ്റിനും നന്ദി. ആ നന്ദി അവരെങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? ഈ ശാന്തി പാഠം ചൊല്ലി പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ ശിഷ്യന്മാരും കൂടെ ചൊല്ലുകയാണ്. കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്തുര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. അല്ലെ, അവിടെ മുതല്, അതായത് ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി വരെ സെയിം ആണ്. അത് കഴിഞ്ഞ് ത്വാമേവം മുതലാണ് വ്യത്യാസം വരുന്നത്. അല്ലെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ ശാന്തി പാഠത്തില് നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി വരെ സെയിം ആണ്. ആ പ്രഥമ ശാന്തി പാഠവും ഉത്തര ശാന്തി പാഠവും സെയിം ആണ്. അത് കഴിഞ്ഞ് അടുത്തത് ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം. ഇതിന്റെ അർത്ഥം നമുക്ക് കാണാം. അവിടെ മുതൽ വ്യത്യാസമുണ്ട്. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തത് വക്താരമാവീത് ആവീന്മാം ആവീത് വക്താരം. ഓം ശാന്തി ശാന്തി. അവിടെ വരെയാണ്. അപ്പോൾ ഈ ഉത്തര ശാന്തി പാഠത്തിന്റെ പകുതി സെയിം ആണ്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം നമുക്ക് അറിയാം, നമ്മൾ കണ്ടതാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് ചൊല്ലാം. അതായത് ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി വരെ. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അവിടെ വരെ സെയിം. അതായത് ആരൊക്കെയാണ്? മിത്രദേവൻ അല്ലെ, വരുണദേവൻ, തുര്യമാ, ഇന്ദ്രൻ, ബൃഹസ്പതി, വിഷ്ണു അല്ലെ, എല്ലാ വായു, എല്ലാവരുടെയും അനുഗ്രഹം അല്ലെ, ശാരീരികമായും മാനസികമായും അനുഗ്രഹിക്കണേ. അപ്പൊ ഇവിടെ ഗുരുകുലത്തിൽ നിന്നും പോകുമ്പോൾ അവസാനം ഒരു ചൊല്ലുകയാണ്, എന്നെയും ഗുരുനാഥനെയും എൻ്റെ സഹ ബ്രഹ്മചാരികളെയും ഇനിയും വരാൻ പോകുന്ന ഗുരുകുലത്തിൽ പഠിക്കാൻ പോകുന്ന എല്ലാ ബ്രഹ്മചാരികൾക്കും ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തത് വക്താരം ആവീത് ആവീന്മാ ആവീത് വക്താരം. അവിടെ വരെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തദ് വക്താരമാവീത് ആവീന്മാം ആവീത് വക്താരം. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തദ് വക്താരമാവീത് ആവീന്മാ ആവീത് വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത ശിഷ്യന്മാരെല്ലാം കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം ബ്രഹ്മ അവാദിഷം, അങ്ങനെയാണ് വാക്ക്. ഒരുമിച്ച് പറയുമ്പോൾ അവിടെ സൈലന്റ് ആണ്. ബ്രഹ്മാവാദിഷം എന്ന് പറയും. അതായത് രണ്ട് പദമാണ്. പദം ഛേദിക്കേണ്ട എങ്ങനെയാണ്? ബ്രഹ്മ അവാദിഷം ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ അവാദിഷം. ത്വാം എന്ന് വെച്ചാൽ അങ്ങയെ. അപ്പൊ ശിഷ്യന്മാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് അവരുടെ കൃതജ്ഞത ചൊല്ലുകയാണ്. അപ്പോഴെന്താ? ത്വാം അങ്ങയെ, ഏവ പ്രത്യക്ഷം അങ്ങയെ തന്നെ പ്രത്യക്ഷമായി, ബ്രഹ്മ അവാദിഷം അല്ലയോ ഗുരു, ഞാൻ ഇത്രയും കാലം പഠിച്ച ബ്രഹ്മവിദ്യയിൽ
അല്ലെ, ഗുരുകുലത്തിൽ പഠിച്ചത് എന്തൊക്കെയാണോ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത് അതൊക്കെ ഞാൻ അങ്ങിൽ കാണുന്നു. അതായത് അങ്ങ് തന്നെയാണ് പ്രത്യക്ഷ ഗുരു, പ്രത്യക്ഷ ഈശ്വരൻ. അതാണ് ശിഷ്യന്മാരുടെ ആ മനോഭാവം. ഗുരുവിനോട് ഇതിൽ കൂടുതൽ എന്ത് ഗ്രാറ്റിറ്റ്യൂഡാ കൊടുക്കാനുള്ളത്, അല്ലേ? അല്ലെ, അങ്ങ് തന്നെയാണ് എനിക്ക് പ്രത്യക്ഷമായ ഈശ്വരൻ. ഞാൻ ആ ബ്രഹ്മനെ, പരമാത്മാവിനെ അങ്ങിൽ കാണും. അതിൽ കൂടുതൽ ശിഷ്യൻ ഒന്നും വേണ്ട, അവരും ജീവൻ മുക്തരായി. അല്ലെ, അങ്ങനെ കാണാൻ സാധിക്കുന്നവർക്ക്, അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ പറയാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ അവർക്ക് അതിൽ കൂടുതൽ പുണ്യമൊന്നും ലഭിക്കാനില്ല. അല്ലെ, ഇത്രയും കാലം കഷ്ടപ്പെട്ട് നമ്മൾക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അല്ലെ, അച്ഛന്റെയും അമ്മയുടെയും ബന്ധുമിത്രാദികളുടെയൊക്കെ സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം തന്ന് ഇത്രയും കാലം ഗുരുകുലത്തിൽ നമ്മളെ സംരക്ഷിച്ച ഗുരുനാഥനോട് പറയുകയാണ്, അല്ലയോ ഗുരു, അങ്ങ് തന്നെയാണ് എൻ്റെ പ്രത്യക്ഷ ഈശ്വരൻ. ഇനി എനിക്ക് ഗുരുകുലം വിട്ടുപോയാലും സങ്കടമൊന്നുമില്ല, കാരണം ഞാൻ അങ്ങയെ എല്ലായിടത്തും കാണും. അല്ലെ, ഈശ്വരനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങയെ പൂജിക്കുന്നതിന് തുല്യമാണ്. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം. അങ്ങയെ ഞാൻ പ്രത്യക്ഷമായ ബ്രഹ്മനായി, പരമാത്മാവായി, ഈശ്വരനായി അറിയുന്നു. അതാണ് അവാദിഷം എന്ന് വെച്ചാൽ അറിയുക. അല്ലെ, ഞാൻ അറിയുന്നു അങ്ങയെ പ്രത്യക്ഷമായി. അല്ല, പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു ഈശ്വര സാന്നിധ്യം. അതാണ് പറയുന്നത്. ഹൃദമവാദിഷം, അങ്ങയെ ഞാൻ ഹൃദമായി അറിയുന്നു. അല്ലെ, അതാണ് ഹൃദമ അവാദിഷം. അല്ലെ, നമ്മൾ കണ്ടിരുന്നു ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി എന്നിടത്ത്, അല്ലെ, അതായത് സത്യമായി ഞാൻ അങ്ങയെ അനുഭവിക്കുന്നു. വീണ്ടും പറയുന്നു സത്യം അവാദിഷം, സത്യമായി അങ്ങയെ, അല്ലെ, സത്യം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത്, അല്ലെ, ആ സനാതനമായി അങ്ങയെ ഞാൻ അനുഭവിക്കുന്നു. അങ്ങ് ഒരിക്കലും നശിക്കില്ല, കാരണം എല്ലാ ശിഷ്യന്മാരുടെ ഹൃദയത്തിലും അങ്ങ് ജീവിക്കുന്നു. അല്ലെ, മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്. രമണ മഹർഷി, രാമകൃഷ്ണദേവൻ, അവരൊക്കെ സമാധിയായിട്ട് എത്ര കാലമായി, പക്ഷെ ഇന്നും നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ അവർ ജീവിക്കും. എങ്ങനെ? ഇതിലൂടെ. കൃതമവാദിഷം സത്യമാ, അവർ പകർന്നു നൽകിയ അറിവിന് നാശമില്ല. ആ അറിവിലൂടെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ അവരെന്നും ജീവിച്ചു. ചിരഞ്ജീവികളാണ് അവരെല്ലാം. ലോകമുള്ളിടത്തോളം കാലം മഹാത്മാക്കൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. എവിടെ ജീവിക്കും? അവരുടെ ശരീരത്തിലല്ല, നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. അല്ലയോ ഗുരു, സത്യമവാദിഷം, അങ്ങ് സത്യമായി ഞാൻ അങ്ങയെ അനുഭവിക്കുന്നു, ഞാൻ അങ്ങയെ മനസ്സിലാക്കുന്നു. കൃതമവാദിഷം സത്യമവാദിഷം. തന്മാമാവീത്, അതുകൊണ്ട് തൻ മാ ആവീത്, തൻ എന്ന് വെച്ചാൽ therefore, അതുകൊണ്ട്, മാ ആവീത്, അങ്ങാണ് എന്റെ ഈ പഠനകാലത്ത് എന്നെ, മാം എന്നെ, ആവീത് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. അല്ലയോ ഗുരുനാഥ, അങ്ങാണ് എന്നെ ഇത്രയും കാലം സംരക്ഷിച്ചത്. അല്ലെ, എനിക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, പാർപ്പിടം നൽകി, വിദ്യ പകർന്നു നൽകി, ഉപാസന നൽകി, അല്ലെ, ശാസ്ത്രജ്ഞാനം നൽകി, ഒരു പൗരനായി എന്നെ വാർത്തെടുത്തത് അങ്ങാണ്. അങ്ങാണ് എൻ്റെ പ്രത്യക്ഷമായ മാതാവ്, പ്രത്യക്ഷമായ ഗുരു, പ്രത്യക്ഷമായ ഈശ്വരൻ അങ്ങ് തന്നെയാകുന്നു. തത് വക്താരമാവീത്, തത് അങ്ങ് തന്നെയാണ് എൻ്റെ പ്രത്യക്ഷ ഗുരു, അങ്ങ് തന്നെയാണ് പ്രത്യക്ഷമായി എന്നെയും എൻ്റെ സഹപാഠികളെയും, ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചത് അങ്ങാണ്. അങ്ങ് ഈ ശാസ്ത്രത്തിനെ സംരക്ഷിച്ചു, ഞങ്ങൾക്ക് പകർന്നു നൽകുന്നതിലൂടെ അങ്ങ് ഈ അറിവിനെ സംരക്ഷിച്ചു. അറിവ് ഈശ്വരനാകും, അതുകൊണ്ട് ഈശ്വരനെ അങ്ങ് ഞങ്ങൾക്ക് പകർന്നു നൽകി. അതുകൊണ്ട് അങ്ങ് തന്നെ പ്രത്യക്ഷമായ ദൈവം. ആവീൻ മാം, വീണ്ടും പറയുകയാണ്, മാം എന്നെ, ആവീൻ അതായത് സംരക്ഷിച്ചു. അല്ലയോ ഗുരു, അങ്ങ് എന്നെ സംരക്ഷിച്ചു. അല്ലെ, എത്ര തവണയാ പറയുന്നത്, പക്ഷെ ശിഷ്യന്മാർക്കും മതിയാകുന്നില്ല. വേറെ ഒരു സമർപ്പണം, ഇതാണ് ആത്മസമർപ്പണം. ഉത്തര ശാന്തിപാഠം എന്ന് വെച്ചാൽ ആത്മസമർപ്പണം. ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഗുരു, അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കും. അല്ലെ, ഞങ്ങള് അങ്ങ് പറയുന്ന ഓരോ വാക്കും അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്ന് നമ്മൾ
വാക്ക് കൊടുക്കുകയാണ്, പ്രതിജ്ഞ ചെയ്യുകയാണ് ഉത്തരശാന്തി പാഠത്തിൽ. ആവീന്മാം, എന്നെയും സംരക്ഷിച്ചു, അങ്ങ് തന്നെയാണ് എന്നെ സംരക്ഷിച്ചത്. ചില്ലറ കാലയളവല്ല, ഗുരുകുലത്തില് 12 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്തൊക്കെ വലിയ പ്രയാസമാണ്. ദാരിദ്ര്യം രാജാക്കന്മാരൊക്കെ കൊടുത്താലായി. യാജ്ഞവൽക്യ മഹർഷി അതുകൊണ്ടാണ് ഈ സംവാദത്തിന് പോകുന്നത്, തർക്കത്തിന് പോകും. അതിൽ ജയിക്കുന്ന പണം മുഴുവൻ ഗുരുകുലം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. അല്ലെ, എത്ര കഷ്ടപ്പെട്ട് പലയും കുന്നും താണ്ടി അല്ലെ ശിഷ്യന്മാർക്കുള്ള ആഹാരമായിട്ട് വരുന്നു. അപ്പൊ എത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. അതിനുള്ള ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. ഞങ്ങളുടെ നന്ദി സൂചിപ്പിക്കുന്നു. പിന്നെ തിരിച്ചു കൊടുക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ, അങ്ങ് പഠിപ്പിച്ച പോലെ ജീവിതം നയിച്ചു കൊള്ളാം. ആവീന്മാം, ആവീത് വക്താരം, അങ്ങ് തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചത്. അതുകൊണ്ട് ഭഗവാനെ, ഗുരുവിനെയും സംരക്ഷിച്ചു കൊള്ളണേ. അല്ലെ, ഇനി കാണുന്നില്ല ഗുരുവിനെ. ഇപ്പോഴെന്താണ്, ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഗുരുവിനെ, ഞങ്ങളുടെ ഗുരുവിനെയും ഗുരുകുലത്തിനെയും അവിടെ ഇനി പഠിക്കാൻ വരുന്ന അന്തേവാസികളെയൊക്കെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണം എന്നുള്ള പ്രാർത്ഥനയാണിത്. നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതൽ ചെയ്യാം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തദ്വക്താരമാവീത് ആവീന്മാ ആവീത് വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾക്കും ആ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പൂർണ്ണമായും നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. മനസ്സുകൊണ്ട് എല്ലാവരും യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിക്കുക, ഗുരു പരമ്പരയെ നമസ്കരിക്കുക, അതിലൂടെ ഭഗവാനെയും നമസ്കരിക്കുക. നമ്മൾക്കും ഈ ശിഷ്യന്മാരെ പോലെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നതനുസരിച്ച് നമ്മളാലാവും വിധം ഇനിയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മള് തൈത്തിരീയ ഉപനിഷത്ത് പ്രഥമ ശിക്ഷാവല്ലി അവസാനിച്ചു. നമുക്ക് എന്തൊക്കെ പഠിച്ചു എന്ന് വേഗം ഒന്ന് നോക്കാം. നിങ്ങൾ ഉള്ളടക്കം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഞാനത് പറയാം. അല്ലെ, കൃഷ്ണ യജുർവേദീയ തൈത്തിരീയ ഉപനിഷത്ത് 3 അധ്യായമായിട്ടാണ് ഉള്ളത്. ഒന്നാമത്തെ അധ്യായത്തിനെ വിളിക്കുന്ന പേര് പ്രഥമ ശിക്ഷാവല്ലി. 1-ാം അധ്യായം ശിക്ഷാവല്ലി, വല്ലി എന്ന് വെച്ചാൽ അധ്യായം. അതിനുശേഷം 2-ാമത്തത് ദ്വിതീയ വല്ലി, ബ്രഹ്മാനന്ദവല്ലി. അല്ലെ, നമ്മളിനി പഠിക്കും. 3-ാമത്തെ വല്ലിയുടെ പേര് ഭൃഗുവല്ലി. അങ്ങനെ 3 അധ്യായമായിട്ടാണ് തൈത്തിരീയ ഉപനിഷത്തുള്ളത്. തൈത്തിരീയ ഉപനിഷത്ത് കൃഷ്ണ യജുർവേദ ശാഖയിലുള്ളതാണ്. കൃഷ്ണ യജുർവേദത്തിന്റെ ആചാര്യൻ യാജ്ഞവൽക്യ മഹർഷിയാണ്. അദ്ദേഹമാണ് ആ പരമ്പര തുടർന്നത്. അദ്ദേഹത്തിലൂടെ ശിഷ്യന്മാരിലൂടെ ഇപ്പോൾ നമ്മൾ വരെ എത്തിയിരിക്കുന്നതിന് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പ്രഥമ ശിക്ഷാവലിയില് അനുവാകം 22 വരെയായിരുന്നു ഉള്ളത്. 1-ാം അനുവാകം യജുർവേദ ശാന്തിപാഠത്തോടു കൂടി തുടങ്ങി ശംനോമിത്ര എല്ലാ ദേവതകളുടെയും അനുഗ്രഹത്തിനായി മാനസികമായും ശാരീരികമായും ഞാൻ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് പ്രകൃതിയുടെ മുഴുവൻ അനുഗ്രഹവും ഉണ്ടാകണം. പ്രകൃതിയിൽ അവയുടെ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മള് അനുവാകം 1-ല് ശാന്തിപാഠം കണ്ടു. പിന്നെ ശിക്ഷാശാസ്ത്രത്തിന്റെ സംഗ്രഹം പറഞ്ഞു തന്നു. വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നില്ല യാജ്ഞവൽക്യ മഹർഷി, ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഏതൊരു ശാസ്ത്രം പഠിക്കണമെങ്കിലും ആദ്യം ഉപാസന ചെയ്ത് മനസ്സ് ശുദ്ധമാക്കൂ. അതിനുവേണ്ടി ഉപാസനകളായിരുന്നു പറഞ്ഞു തന്നത്. അനുവാകം 3 മുതൽ 9 വരെ സംഹിത ഉപാസന. അതിലോകം, അതിജ്യോതിഷം, അതിവിദ്യം, അതിപ്രജമധ്യാത്മം, ഇങ്ങനെ പേരായ 5 ഉപാസനകൾ. അതായത് പ്രകൃതിയിൽ എന്ത് കണ്ടാലും അതിലൊക്കെ ഈശ്വരനെ കാണൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സ് മാത്രം ശുദ്ധമായിട്ട് കാര്യമില്ല, അതോടൊപ്പം തന്നെ
മേധസ്സും വളർത്തണം. ഓർമ്മശക്തി നല്ലപോലെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോഴത്തെ പോലെ നമുക്ക് പേനയും പേപ്പറും ബുക്കും ഒന്നുമില്ല. എന്തെങ്കിലും മറക്കുവാണെങ്കിൽ അപ്പൊ തന്നെ എഴുതി വെക്കാം അല്ലെ. പണ്ടെല്ലാം ബുദ്ധിയിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴെന്താണ്, നല്ല ഷാർപ്പ് ഇന്റലക്ച്വൽ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, മേധ ഉണ്ടാകാനായിട്ടുള്ള മന്ത്രം പറഞ്ഞു തന്നു അല്ലെ. എപ്പോഴെങ്കിലും ചൊല്ലാൻ സാധിച്ച ആ മന്ത്രം ചൊല്ലുന്നത് വളരെ സത്യമാണത്. എന്റെ അനുഭവമാണ്. ആശ്രമത്തിൽ ചേർന്നപ്പോഴും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും ഒരംശം അറിയാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിന് സാധിച്ചത് ഈ പ്രാർത്ഥനയാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും ഓർത്തു വെക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചിട്ട് ഇത് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ മന്ത്രം നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും ചിന്ത വരുവാണെങ്കിൽ എന്താ, അതിനെ കുറച്ച് നാളെ അത് നിലനിൽക്കുള്ളൂ. പിന്നെയും നമ്മൾ മടങ്ങി, എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ മടങ്ങി വരും നമ്മൾ. നമ്മുടെ മനസ്സ് മറ്റ് ലൗകികമായ സുഖങ്ങൾ തേടി പോയാലും അധികം പോവില്ല. പകുതി വേണ്ട, കുറച്ച് വഴി എത്തുമ്പോൾ നമ്മൾ മടുത്തിട്ട് നമ്മൾ തിരിച്ച് ശാസ്ത്രത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് അത് ചൊല്ലാൻ സാധിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും മാസത്തിൽ ഒന്നെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അടുത്തത് അനുവാകം 10 മുതൽ 12 വരെ വ്യാഹൃതി ഉപാസന. അടുത്തത് പറഞ്ഞു തന്നു അല്ലെ. വ്യാഹൃതി മന്ത്രങ്ങൾ ഭൂഹു ഭുവഹ സുവഹ മഹഹ എന്നതാണ്. ഈ ശബ്ദങ്ങൾ മംഗള ശബ്ദങ്ങളാണ്. അത് കേട്ടാൽ പുണ്യമാണ്, അത് ഉച്ചരിച്ചാൽ പുണ്യമാണ്. അത് ഉച്ചരിക്കുമ്പോൾ പ്രകൃതിയിലുള്ള ഓരോ ദേവതകളെയും അല്ലെ പഞ്ചമഹാഭൂതങ്ങളെയൊക്കെ ഓർക്കാൻ ശ്രമിച്ചാൽ അത് വ്യാഹൃതി ഉപാസനയായി. അടുത്തത് പറഞ്ഞു, പുറമെ പ്രകൃതിയിലേക്ക് നോക്കുന്നത് അവിടെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് നിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ എന്ന് പറഞ്ഞ് അനുവാകം 13 മുതൽ 14 വരെ അന്തർഹൃദയ ഉപാസന പറഞ്ഞു തന്നു. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ. ഇഷ്ടദേവതയെ, ഈശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനോട് സംവദിക്കൂ. അപ്പോഴെന്താ, നമ്മുടെ മനസ്സ് ശുദ്ധമാകും, നമ്മളുടെ പാപങ്ങൾ കുറയും. അത് പറഞ്ഞു തന്നിരുന്നു. അടുത്തത് 15ാമത്തെ അനുവാകത്തില് പാങ്ത ബ്രഹ്മ ഉപാസന പറഞ്ഞു തന്നു. ഏതെങ്കിലും 5 കാര്യങ്ങളിൽ, പ്രകൃതിയിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല, ഏതെങ്കിലും 5 എടുക്കും അല്ലെ. ഓഷധികള്, വനസ്പതികള് അല്ലെ, അല്ലെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, പഞ്ചമഹാഭൂതങ്ങൾ, അല്ലെങ്കിൽ പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചജ്ഞാനേന്ദ്രിയം, ഇങ്ങനെ ഏതെങ്കിലും 5 എടുത്തെടുത്തെടുത്ത് ബാക്കി വളർത്തി എല്ലാറ്റിലും ഈശ്വരനെ കാണുവാൻ നമുക്ക് കഴിവ് ലഭിക്കും. ഈ പാങ്ക ഉപാസന ചെയ്താൽ നമ്മള് ചിത്തവിശാലത എന്ന് പറയുന്നത്, അതായത് മനസ്സ് വൈഡാകും, വളരെ വികസിക്കും അല്ലെ. നമ്മൾ നാരോ മൈൻഡ് ആയിരിക്കുന്നത് മാറും. എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ നമ്മൾക്ക് സഹായം നൽകുന്ന ഉപാസനയാണിത്, പാങ്ക ബ്രഹ്മ ഉപാസന. അടുത്തത് 16ാമത്തത് പ്രണവ ഉപാസന, ഓംകാരം അല്ലെ. ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓംകാരം എന്ന മന്ത്രം എടുക്കൂ. അതിന്റെ അർത്ഥം പറഞ്ഞു തരുന്നു അല്ലെ. ഓം ബ്രഹ്മമാകുന്നു അല്ലെ, പ്രണവ മന്ത്രമാകുന്നു. ഓം ഇതീതകും സർവവും ഓംകാരത്തിൽ നിന്നുണ്ടായി അല്ലെ. ഭഗവാന്റെ തന്നെ മറ്റൊരു പേരാണ് ഓം എന്നത്, അല്ലെങ്കിൽ പ്രണവം എന്നത്. ആ ഓംകാര സ്വരൂപത്തിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്, സർവവും നിലനിൽക്കുന്നത് അല്ലെ. നമ്മൾ ശരീരം ഉപേക്ഷിച്ചാൽ പോകേണ്ടതും ഓംകാരസ്, അതായത് സർവ്വതും ലയിക്കുന്നതും ആ ഓംകാരമിൽ തന്നെയാണ്. അത് ഓർക്കൂ എന്ന് പറഞ്ഞ് 16ാമതായി പ്രണവ ഉപാസന അല്ലെ. ഇപ്പൊ ഒരുപാട് ഉപാസന അല്ലെ. പ്രണവം, പാങ്കം, അന്തർഹൃദയം, വ്യാഹൃതി, സംഹിത, 5 ഉപാസന. ഇതിലേതും തിരഞ്ഞെടുക്കാം. ഇനി ഇതൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസനകളാണ്, അതും തുടരാം. നമ്മുടെ സങ്കല്പം മാത്രമേ ഉള്ളൂ അവിടെ പ്രാധാന്യം. എന്തായിരിക്കണം സങ്കല്പം? ഭഗവാനെ എൻ്റെ ഉപാസന എൻ്റെ മോക്ഷഗതിക്ക് ഉള്ള ഒരു പാതയായിരിക്കണേ എന്നുള്ള സങ്കല്പം. അത് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കും. അതാണ് ഉപാസനയുടെ ലക്ഷ്യം. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് 5 ഉപാസന പറഞ്ഞു തന്നു. ഏതും തിരഞ്ഞെടുക്കാം. എന്തായാലും ഫലം എന്താണ്? ചിത്തശുദ്ധി, മേധാസിദ്ധി അല്ലെ, സാധന ചതുഷ്ടയ സമ്പത്തി അല്ലെ. നമ്മുടെ അങ്ങനെ പതിയെ മോക്ഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. അടുത്തത് സ്വാധ്യായ പ്രശംസ 17ാമത്തെ അനുവാകത്തിൽ നമ്മൾ കണ്ടു. അതായത് ഈ പഠിക്കുന്നതിന്റെ അല്ലെ, സ്വാധ്യായം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി
അല്ലെ? നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എപ്പോഴൊക്കെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പഠിക്കാൻ സാധിക്കും അപ്പോഴൊക്കെ പഠിക്കണം. എനിക്ക് പ്രായമായെന്നോ പഠിക്കാനുള്ള സമയം കഴിഞ്ഞെന്നോ ഒന്നും ചിന്തിക്കരുത്, അല്ലെ? ഒരു ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് മറിച്ചു നോക്കുക. നമുക്ക് അതിന് സമയം എന്തായാലും ഉണ്ടാവും. നമ്മൾ ബാത്റൂമിൽ ഇരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, പഠിച്ച കാര്യം ഓർക്കുക. അത് മതി. സ്ഥലവോ ദേശമോ ഒന്നും അല്ല പ്രാധാന്യം, നമ്മുടെ മനസ്സാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത്, അല്ലെ? അങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് ഒഴിവ് കിട്ടുമോ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ എന്താണ്? നമ്മുടെ മനസ്സ് ഈ ഈശ്വര ചിന്തയാൽ മുഖരിതമാകും. അത് പറഞ്ഞു തന്നു. സ്വാധ്യായത്തിന്റെ പ്രാധാന്യം, സ്വാധ്യായ പ്രശംസ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് 18ാമത്തെ അനുവാദത്തിൽ ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം, അതായത് തൃശങ്കു എന്ന ഒരു മഹർഷിയുടെ ഉദാഹരണം പറഞ്ഞു തന്നു. അതായത് ഏതൊരാളാണോ ശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ, ഗുരു പറയുന്ന രീതിയിൽ ഉപാസനകൾ ചെയ്ത് ബ്രഹ്മവിദ്യ പഠിച്ച് അവർക്ക് തൃശങ്കു മഹർഷിയെ പോലെ ആകാൻ ആർക്കും സാധിക്കും. നമ്മളെ ശാസ്ത്രത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ മോക്ഷത്തിന് ഒരു തടസ്സവുമില്ല. ആർക്കും മോക്ഷം ലഭിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? സമർപ്പണം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി നമ്മൾക്കൊരു മോട്ടിവേഷൻ തരുന്ന പോലെ ഒരു ഉദാഹരണം പറഞ്ഞു. അതിന് ബ്രഹ്മജ്ഞാനം പ്രകാശക മന്ത്രം എന്ന്. ഇതും ചൊല്ലുന്നത് നല്ലതാണ്. ആ തൃശങ്കു മഹർഷിയുടെയും യാജ്ഞവൽക്യ മഹർഷിയുടെയും അതുപോലെയുള്ള ജീവൻ മുക്തരായ മഹാത്മാക്കളുടെ ഒക്കെ അനുഗ്രഹം നമുക്കുണ്ടാകും. അവരുടെ ആശീർവാദം നമുക്ക് പുണ്യമായി മാറും. നല്ലൊരു മന്ത്രമാണത്. അഹം വൃക്ഷസ്യരേരിവ കീർത്തി പൃഷ്ടം ഗിരേരിവ ഊർധ പവിത്രോ വാജിനീവ സുമൃതമസ്മി ദ്രവിണകും സവർച്ചസം ഇതി തൃശങ്കോർവേദാനുവചനം. എല്ലാവർക്കും ഭഗവാന്റെയും ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആ മന്ത്രത്തിലൂടെ പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ പഠിച്ചത് ശിക്ഷ അനുശാസനം. ശിഷ്യന്മാര് ഗുരുകുലത്തിൽ നിന്നും മടങ്ങി പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം, ഗുരുകുലത്തിന് ശേഷം ജീവിക്കേണ്ട ജീവിതക്രമം എങ്ങനെയെന്ന് അനുവാദം 19 മുതൽ 22 വരെ നമ്മൾക്കുള്ള ഉപദേശം വളരെ സാരാംശം മാത്രം വളരെ ചുരുക്കി പറഞ്ഞു തന്നു, അല്ലെ? സത്യം വധ, ധർമ്മം ചര, മാതൃദേവോ പിതൃദേവോ, അല്ലെ? അങ്ങനെ ദാനത്തിന്റെ മഹിമ കണ്ടു, സ്വാധ്യായത്തിന്റെ മഹിമ കണ്ടു, സ്വന്തം ശരീരം സംരക്ഷിക്കേണ്ട മഹിമ കണ്ടു, പ്രജകളെ സംരക്ഷിക്കേണ്ട മഹിമ കണ്ടു, അല്ലെ? ദാനം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും നിനക്ക് ജീവിതത്തിൽ ദുഃഖമോ പ്രതിസന്ധിയോ സംശയങ്ങളോ ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? നീ നിന്റെ ദേശത്തുള്ള ഒരു മഹാത്മാവിന്റെ അടുത്ത് പോയി നീ സംവദിക്കണം, അല്ലെ? എപ്പോഴും മഹാത്മാക്കളുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, അല്ലെ? തുറന്ന് നമ്മളുടെ മനസ്സ് തുറക്കുവാനുള്ള ഒരു, നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പൊ ഭാര്യയാണ് ഭർത്താവിനോട് എല്ലാ കാര്യവും പറയില്ല, അല്ലെ? നമ്മളുടെ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് കാണും. ഭർത്താവാണ് ഞാൻ, മക്കളാണ്, എല്ലാവരും. നമുക്ക് എന്നെ പൂർണ്ണമായിട്ടും അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരുപാട് കാര്യം പറയും, പക്ഷെ എല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്തായിരിക്കണം? മഹാത്മാക്കളുടെ അടുത്ത് അവര് മറ്റുള്ളവരോട് പറയുമെന്നോ അവരെന്നെ മോശമായി കാണുമെന്നോ ഒന്നും വേണ്ട. അവരുടെ അടുത്ത് നമ്മൾ ഓപ്പൺ ആകുക. ഈശ്വരനോട് എങ്ങനെയാണോ നമ്മളുടെ അല്ലെ നല്ലതും ചീത്തയും പറയുന്നത്, അതുപോലെ തന്നെ എല്ലാ സംശയങ്ങളും എല്ലാ ദുഃഖങ്ങളും പ്രാരബ്ധവും ഇറക്കി വെക്കാൻ ഒരു വാളുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളെ നിന്റെ ദേശത്ത് നീ കണ്ടെത്തണം. അവരുമായി നിരന്തരം സംവദിക്കണം, അല്ലെ? ആ ശാസ്ത്രത്തിലേക്ക് നമ്മളെ, അല്ലെ, കടത്തിവിടുന്ന ഒരു ബ്രിഡ്ജ്, പാലമാണ് മഹാത്മാക്കൾ. അപ്പൊ എന്താ, പാലം തകർന്നാല് പിന്നെ നമ്മൾക്ക് ശാസ്ത്രവുമായിട്ടുള്ള കണക്ഷൻ പോകും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു സംരക്ഷണം നൽകുവന്ന മഹാത്മാക്കളുടെ അടുത്ത് നമുക്ക് പറ്റുന്ന പോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, അല്ലെ? ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞു തന്ന് 22ാമത്തെ അനുവാദം കഴിഞ്ഞു. അതിനുശേഷം എന്താ, ഇതെല്ലാം കേട്ട് വളരെ കൃതാർത്ഥരായ ശിഷ്യന്മാര് ശാന്തിപാഠം ജപിച്ചു. ഗുരുവിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവര് ഉത്തരശാന്തിപാഠവും ജപിച്ചു. ഞങ്ങൾ, അല്ലയോ ഗുരുനാഥ, പ്രത്യക്ഷമായ ഈശ്വരൻ, പ്രത്യക്ഷമായ മാതാവ്, പ്രത്യക്ഷമായ പിതാവ് അങ്ങാവുന്നു. എല്ലാ സർവ്വജീവരാശികളിലുമുള്ള ആ ചൈതന്യത്തിനെ, പരമാത്മാവിനെ
ഞാൻ അങ്ങിൽ കാണുന്നു, അങ്ങാണ് എൻ്റെ ദൈവം, അല്ലെ, അങ്ങുള്ളത് കൊണ്ടാണ് എനിക്ക് അറിവ് ലഭിച്ചത്, അതിന് ഞാൻ കൃതാർത്ഥനാണ്, എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യൻ ഗുരുകുലം വിട്ട് പോവുകയാണ്. അങ്ങനെ തൈത്തിരീയോപനിഷത്ത് പ്രഥമ ശിക്ഷാവല്ലി അവസാനിച്ചു. ഇനി നമ്മള് അടുത്ത ക്ലാസ് മുതല് ദ്വിതീയ അധ്യായം ബ്രഹ്മാനന്ദവല്ലി ആരംഭിക്കുകയാണ്. ഇത് എന്തെന്ന് വെച്ചാല് എല്ലാ വിദ്യാർത്ഥികളും പോകുന്നില്ല ഗുരുകുലം വിട്ട്. ഗുരുനാഥൻ ഈ അനുശാസനം നൽകിയതിനു ശേഷം അപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്ക് വേണ്ടിയാണ് ഈ ഉപദേശം. അവർക്ക് ഉപദേശം കൊടുത്ത് അവർ പിന്നെ മടങ്ങി വീട്ടിലേക്ക് പോകുന്നു, അവർ ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു. പക്ഷെ യാജ്ഞവൽക്യ മഹർഷിയെ വിട്ട് എല്ലാവരും പോകുന്നില്ല. ചിലവരെന്ത് ചെയ്യുന്നു, ഗുരു ഞങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട, ഞങ്ങൾക്ക് നൈഷ്ഠിക ബ്രഹ്മചാരികളായി സന്യാസാശ്രമമാണ് വേണ്ടത്, ഞങ്ങൾ ഗുരുവിനോടൊപ്പം വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ശിഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയാണ് അടുത്ത ബ്രഹ്മാനന്ദവല്ലിയും ഭൃഗുവല്ലിയും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ബ്രഹ്മവിദ്യ ഇത്രയും ഉപാസനകൾ ചെയ്ത് അവരിനി ഈ ഉപാസനയിലൂടെയും സ്വാധ്യായത്തിലൂടെ മാത്രം ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, വീണ്ടും ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. അതാണ് ബ്രഹ്മാനന്ദവല്ലി എന്ന് പറയുന്നത്. ആ പരമാത്മാവിന്റെ ആനന്ദ സ്വരൂപത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്രഹ്മാനന്ദവല്ലി. ഇനി അതും പഠിപ്പിച്ചിട്ട് അതും മനസ്സിലാകുന്നില്ല എങ്കിൽ, അല്ലെ, ഭഗവാന്റെ ലക്ഷണം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന സൂത്രവാക്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അത് പക്ഷെ എല്ലാവർക്കും ഒറ്റയടിക്ക് കേൾക്കുമ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് വേണ്ടി എന്താണ് അടുത്ത ഭൃഗുവല്ലി 3-ാമത്തെ അധ്യായം. അതായത് ഒരു ഉദാഹരണം പറയാം. ഭൃഗു എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, പുത്രൻ വാരുണി എന്ന ഗുരുവിന്റെ അടുത്ത് പോയിട്ട്, അല്ലെ, ആ ഗുരുവിന്റെ അടുത്ത് പിതാവ് തന്നെയാണ്, അല്ലെ, വരുണൻ എന്ന പിതാവിന്റെ അടുത്ത് ഭൃഗു എന്ന വാരുണി എന്ന പുത്രൻ പോയിട്ട് എനിക്ക് അറിവ് പകർന്നു നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് ഗുരുവായി മാറുന്നു. എങ്ങനെയാണോ ശ്വേതകേതുവിന്റെ അച്ഛൻ പിതാവ് ഗുരുവായി മാറിയത്, അതുപോലെ തന്നെ ഭൃഗുവിന്റെ പിതാവും ഗുരുസ്ഥാനത്തേക്ക് വന്നിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നീ എന്തൊക്കെ ന്യൂനതകളാണോ ഉള്ളത് അത് മാറ്റാൻ വീണ്ടും ഉപാസന പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് നീ ചെയ്യൂ, അപ്പോൾ നിനക്ക് മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞ് ഭൃഗുവിനെ പതിയെ പതിയെ വളർത്തി 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 ഭൃഗുവിനെയും ജീവൻ മുക്തനാക്കുകയാണ്. അപ്പോൾ അതായത് നമ്മളെ ഒരു ഏതെങ്കിലും സാഹചര്യത്തില് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ, അങ്ങനെയുള്ള അധമാധികാരികൾക്ക് വേണ്ടി വീണ്ടും ആവർത്തിച്ച് ഉപാസന, ബ്രഹ്മവിദ്യ ഉപദേശം. അങ്ങനെയാണ് 3-ാമത്തെ അധ്യായം ഭൃഗുവല്ലി എന്ന് വിളിക്കും. ഭൃഗു എന്ന ശിഷ്യനോടുള്ള കൃതജ്ഞതയ്ക്ക് വേണ്ടി, അല്ലെ, ഗുരുവിൽ സമർപ്പിക്കാൻ തോന്നി, അല്ലെ, വീണ്ടും പഠിക്കുവാൻ തോന്നി, അല്ലെ, അപ്പൊ പ്രചോദനം നമ്മൾക്കും ഭൃഗുവിനെ പോലെ ആകാൻ വേണ്ടി ഭൃഗുവല്ലി എന്നൊക്കെയുള്ള പേര് ആ അധ്യായത്തിന് കൊടുത്തു. അങ്ങനെ ഭൃഗുവും ജീവൻ മുക്തനാകുന്നു. അങ്ങനെ ആ അധ്യായവും കഴിയുമ്പോൾ തൈത്തിരീയോപനിഷത്ത് അവസാനിക്കും. നമ്മൾക്കും യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, തൈത്തിരീയോപനിഷത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കണേ എന്ന് എല്ലാവരും സങ്കല്പിക്കുക. അതുപോലെ 1-ാം അധ്യായം നമ്മളാൽ കഴിയുന്ന വിധം ഒരു തവണയെങ്കിലും വായിക്കുവാനും സാമാന്യമായ അർത്ഥം കാണുവാനും സാധിച്ചത് യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമ്മളുടെ പഠനത്തെ, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സമർപ്പിക്കുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.